ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിച്ചു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസെപ്റ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗമാണ്. പിന്നെ ആ ക്ലാസ്സിൻ്റെ അവസാനമായി നമ്മൾ പറഞ്ഞത് C++ൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഫങ്ഷൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് C++ലുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അപ്പോൾ നമ്മൾക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഇൻ C++ലുള്ള ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് C++ൽ എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? മോഡുലാർ പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ C++ലെ ഫങ്ഷൻസ് നമുക്ക് രണ്ട് കാറ്റഗറിയാക്കി ഡിവൈഡ് ചെയ്യാം. C++ൽ രണ്ട് ടൈപ്പിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് ഒന്ന് ബിൽഡ് ഇൻ ഫങ്ഷൻ, അതിനെ പറയുന്ന വേറൊരു പേരാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ബിൽഡ് ഇൻ ഫങ്ഷൻ, അതിനെ പറയുന്ന വേറൊരു പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇനി രണ്ടാമത്തെ ഫങ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് C++ലുള്ള ഫങ്ഷൻസ്. C++ലുള്ള ഫങ്ഷൻസിന് ബിൽഡ് ഇൻ ഫങ്ഷൻ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ബിൽഡ് ഇൻ ഫങ്ഷനെ പറയുന്ന വേറൊരു പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ രണ്ടും തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആ ടേമിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും. ബിൽഡ് ഇൻ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, C++ പ്രോഗ്രാമിൽ മുൻകൂട്ടി ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ള, മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫങ്ഷൻസ്, അതാണ് ഇത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. രണ്ടാമത്തതോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഒരു യൂസർക്ക് അവരുടെ ഫങ്ഷൻ അവരുടെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യാം. ഇതാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ ഈ രണ്ട് ഫങ്ഷനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമുക്ക് ഏത് ചാപ്റ്ററിൽ? ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് ബിൽഡ് ഇൻ ഫങ്ഷൻ്റെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻ, ഈ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു റിയൽ ലൈഫിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് ഈ ഫങ്ഷൻ എഴുതണമല്ലോ. അപ്പോൾ ഫങ്ഷൻ C++ൽ ഫങ്ഷൻ എഴുതുമ്പോൾ ആ ഫങ്ഷൻ എഴുതുന്നതിന് വേണ്ടി ഞാനൊരു റിയൽ ലൈഫിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു കോഫി മെഷീൻ, സാധാരണ ഒരു ബട്ടണുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ അവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പിലേക്ക് കുറച്ച് കോഫി വന്ന് ഫില്ല് ചെയ്യാറുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ കോഫി വന്ന് അതിൽ ആ കപ്പിൽ ഫില്ലാവും. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെഷീനിൽ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ പ്രോസസ്സ് ചെയ്യാണ് അല്ലേ? അവിടെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണെന്ത്? ആ കപ്പിൽ വന്ന് ഫില്ല് ചെയ്ത ആ കോഫി. നമ്മൾ വീണ്ടും ആ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ വീണ്ടും ആ പ്രോസസ്സ് വീണ്ടും നടക്കും. വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിലോ വീണ്ടും ആ പ്രോസസ്സ് വീണ്ടും നടക്കും. പക്ഷെ ആ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്തെല്ലാം ഉണ്ടായിരിക്കണം? അവിടെ വാട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, കോഫി പൗഡർ വേണം. ഈ 4 ഡാറ്റ അവിടെ വേണ്ടേ? ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതാ ടാസ്ക് എന്താ? ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ടാസ്ക് നടക്കേണ്ടത്? ആ കപ്പിലേക്ക് ആ കോഫി വന്നിട്ട് എന്ത് ചെയ്യണം? ഫില്ലാവണം. ആ ഫിക്സഡ് എമൗണ്ട് കോഫി എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതാണ് ടാസ്ക്. അതാണ് ഔട്ട്പുട്ട്. ആ കപ്പിൽ വന്ന് ഫില്ല് ചെയ്യുന്ന ആ കോഫിയാണ് ആ ഫങ്ഷൻ്റെ, ഞാൻ പറയുന്നത് ആ മെഷീനിൽ ഒരു ഫങ്ഷൻ നടക്കുന്നത്. അവിടേക്കാണ് നമുക്കിനി പോകാനുള്ളത്. ആ മെഷീൻ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫങ്ഷൻ നടക്കണമെങ്കിൽ അവിടെ കുറച്ച് ഡാറ്റ ആവശ്യമുണ്ട്. ഡാറ്റ അതിലേക്ക് കൊടുക്കണം. അതിലേക്ക് എന്താണ്? വാട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, കോഫി പൗഡർ വേണം. അത് ഓൾറെഡി അതിൻ്റെ സ്റ്റോറേജിൽ ഉണ്ടായിരിക്കും, ആ മെഷീൻ്റെ സ്റ്റോറേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, അതിൻ്റെ പ്രവർത്തനത്തിനൊരു എക്സാമ്പിൾ പറയാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെഷീൻ്റെ സ്റ്റോറേജിൽ നിന്നും 120 മില്ലി ലിറ്റർ വാട്ടർ, 60 മില്ലി ലിറ്റർ മിൽക്ക്, 5 ഗ്രാം കോഫി പൗഡർ,
20 ഗ്രാം ഷുഗർ, അതെല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് രണ്ടാമത് തന്നെ ബോയിൽ ചെയ്യും. അപ്പോൾ എന്തായി മാറി? അത് കോഫി ആയിട്ട് മാറി. ആ കോഫി ഔട്ട്ലെറ്റിലൂടെ പാസ് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന, ഈ ഇൻസ്ട്രക്ഷനാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറേജ് ചെയ്യുന്ന എന്തെല്ലാം അവിടേക്ക് കൊടുക്കണം? നമ്മൾ വാട്ടർ കൊടുക്കണം, മിൽക്ക് കൊടുക്കണം, കോഫി പൗഡർ കൊടുക്കണം, ഷുഗർ കൊടുക്കണം. ഇതാണ് അവിടുത്തെ ഡാറ്റ. ഈ 4 ഡാറ്റ കൊടുത്താലുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മൾ എന്ത് ഫീഡ് ചെയ്യണം? ഈ 4 ഡാറ്റ നമ്മൾ അവിടേക്ക് ഫീഡ് ചെയ്യണം. ഇതിനെ നമ്മളൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കി. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുകയാണ്, മെയ്ക്ക് കോഫി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളാണ്, അതൊരു ഫംഗ്ഷനായിട്ട് ഞാൻ എഴുതുകയാണ് ഇവിടെ. ഫംഗ്ഷൻ്റെ പേര് മെയ്ക്ക് കോഫി. ഇപ്പോൾ നമ്മൾ C++ൽ നമ്മൾ ആ ഫംഗ്ഷൻ എഴുതുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ? C++ൽ ഫംഗ്ഷൻ നമ്മൾ എഴുതിയില്ലേ? മെയിൻ എന്നുള്ള ഫംഗ്ഷൻ, ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്ത് പരാന്തസിസ് ക്ലോസ് ചെയ്തിട്ടില്ലേ? ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഇവിടെ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞ ശേഷം നമുക്ക് നമ്മളെ C++ലുള്ള ഫംഗ്ഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം. അപ്പോൾ ആ കോഫി മെഷീനിൽ നടക്കുന്ന ആ പ്രവർത്തനത്തെ ഞാനൊരു ഫംഗ്ഷനാക്കി കൊടുക്കുകയാണ്. ആ ഫംഗ്ഷൻ്റെ പേരെന്താ? മെയ്ക്ക് കോഫി. ഇനി പരാന്തസിസിൻ്റെ ഉള്ളിൽ വാട്ടർ, മിൽക്ക്, കോഫി പൗഡർ, ഷുഗർ എന്ന് പറയുമ്പോൾ എന്താ? ആ ഫംഗ്ഷനിക്ക് ആവശ്യമുള്ള ഡാറ്റ. ഈ ഫംഗ്ഷൻ്റെ പേരാണ് കോഫി എന്നുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? ഔട്ട്പുട്ടായിട്ട് നമുക്ക് കോഫി കിട്ടുന്നുണ്ടല്ലോ. ആ കോഫി എന്ന് പറയുന്ന മെയ്ക്ക് കോഫി എന്നുള്ള ഫംഗ്ഷനിലുള്ള ഇൻസ്ട്രക്ഷനാണ്. ഈ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ 3 ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ ഈ 3 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കണം. അപ്പോൾ അവിടേക്ക് കൊടുക്കുന്ന ഡാറ്റ ഒന്ന് ഏതാണ്? മിൽക്ക് എന്നുള്ള ഡാറ്റ കൊടുക്കുന്നുണ്ട്, വാട്ടർ എന്നുള്ള ഡാറ്റ കൊടുക്കുന്നുണ്ട്, കോഫി പൗഡർ എന്നുള്ള ഡാറ്റ കൊടുക്കുന്നുണ്ട്, ഷുഗർ എന്നുള്ള ഡാറ്റ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് അതിനെ ബോയിൽ ചെയ്തിട്ട് എന്താ നമുക്ക് കിട്ടുക? കോഫി നമുക്ക് കിട്ടും. ആ കോഫി നമ്മൾ എവിടെ ഫില്ല് ചെയ്യും? കപ്പിൽ ഫില്ല് ചെയ്യും. കപ്പിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അതാണ് എഴുതുന്നത്. കപ്പ് ഇസ് ഈക്വൽ ടു മെയ്ക്ക് കോഫി, പിന്നെ പരാന്തസിൻ്റെ ഉള്ളിൽ വാട്ടർ, മിൽക്ക്, കോഫി പൗഡർ, ഷുഗർ. ഫംഗ്ഷൻ്റെ പേര് മെയ്ക്ക് കോഫി. ആ ഫംഗ്ഷൻ ആവശ്യമുള്ള ഡാറ്റ അതിൻ്റെ പരാന്തസിൻ്റെ ഉള്ളിൽ കൊടുത്തു. ഇനി ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് അവിടെ സ്റ്റോർ ചെയ്തു, കപ്പിൽ സ്റ്റോർ ചെയ്തു. ഞാൻ വേറൊരു എക്സാമ്പിൾ, C ഇസ് ഈക്വൽ ടു ആഡ് പരാന്തസിനുള്ളിൽ 2,5,8. എന്താണ്? ഫംഗ്ഷൻ്റെ പേര് ആഡ്. 2,5,8 എന്ന് പറയുമ്പോൾ എന്താ? 2ഉം 5ഉം 8ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഇല്ലേ? ആ റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യുക, സിയിൽ സ്റ്റോർ ചെയ്യുക. ഒരു ഫംഗ്ഷൻ 5, 2, 8 ആഡ് എന്നുള്ള ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ. ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കും. ആ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ ഡാറ്റ കൊടുക്കണ്ടേ? ആ ഡാറ്റയാണ് എന്തായിട്ട് കൊടുക്കുന്നത്? 2ഉം 5ഉം 8ഉം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട് എന്ന് പറയുമ്പോൾ 15ആണ്. ആ 15 എന്നുള്ള റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്യും, സിയിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് രണ്ടാമത് ഞാൻ കൊടുത്തൊരു ഫംഗ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ C++ലൊക്കെ ഫംഗ്ഷൻ എഴുതുന്നത്, ഈ രൂപത്തിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ, റിയൽ ലൈഫിലുള്ള ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ഇനി നമുക്കിവിടെ കുറച്ച് പോയിൻറ്റ്സുകൾ, ഈ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകൾ നമുക്ക് പഠിക്കാണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നോക്കിയേ, ഫംഗ്ഷൻ്റെ പേര് മെയ്ക്ക് കോഫി. അത് യൂസർ കൊടുക്കുന്ന പേരാണ്. അതിന് പറയും നമ്മൾ ഐഡൻറ്റിഫയർ. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ടോക്കൺസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഐഡൻറ്റിഫയർ, കീവേഡ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടോക്കൺ ആണെന്ത്? ഐഡൻറ്റിഫയർ. ഐഡൻറ്റിഫയറിൻ്റെ അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ലേബൽ, മെമ്മറി ലൊക്കേഷൻ, ഫംഗ്ഷൻ നെയിം തുടങ്ങിയ പ്രോഗ്രാം എലമെൻറ്റിന് യൂസർ കൊടുക്കുന്ന നെയിമിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂസർ കൊടുക്കുന്ന പേര്, ഫംഗ്ഷൻ നെയിം, ആ പേര് അവിടെ കൊടുക്കുമ്പോൾ കുറച്ച് റൂൾസുകളുണ്ട്. ഐഡൻറ്റിഫയർ സെറ്റ് ചെയ്യുമ്പോൾ, വേരിയബിളിന് പേര് സെറ്റ് ചെയ്യുമ്പോൾ, ലേബലിന് പേര് സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം റൂൾസുകളാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതേ റൂൾസ് തന്നെയാണ് ഇവിടെ ഫംഗ്ഷന് പേര് കൊടുക്കുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്. എന്നിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്യുക.
എന്നിട്ട് ആ ഫംഗ്ഷനിലേക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ കൊടുക്കുക. ആ ഡാറ്റനെ പറയുന്ന പേരാണ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് പോയിൻ്റ്. പുതിയൊരു ടേം. ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഒരു ടാസ്ക് ഉണ്ടാകും. ആ ടാസ്ക് പെർഫോം ചെയ്യാനാണ് നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ മേക്ക് കോഫി എന്നുള്ള ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താ? അവിടെ വെച്ചിട്ടുള്ള കപ്പിലേക്ക് ഒരു ഗ്ലാസ് കോഫി വന്ന് ഫില്ലാവണം. അതാണ് ടാസ്ക്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അവിടെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഡാറ്റ കൊടുക്കണമല്ലോ. ആ ഡാറ്റയാണ് പരാൻതസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഈ പരാൻതസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. പരാൻതസിസ് ഓപ്പൺ ചെയ്ത് പരാൻതസിസ് ക്ലോസ് ചെയ്ത്. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഡാറ്റ വാട്ടർ എന്നുള്ളൊരു ഡാറ്റ, മിൽക്ക് എന്നുള്ള ഡാറ്റ, കോഫി പൗഡർ എന്നുള്ള ഡാറ്റ, ഷുഗർ എന്നുള്ള ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റയെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ്റെ അവിടെ നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അതിലേക്ക് കൊടുക്കുന്ന ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന ഡാറ്റയ്ക്ക് പറയുന്ന പേരാണെന്ത്? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്. ഈ പേര് നമ്മൾ സൂക്ഷിക്കണം, മനസ്സിലാക്കി വെക്കണം. പാരാമീറ്റർ എന്നുള്ള ടേം കേൾക്കുമ്പോൾ ആർഗ്യുമെൻറ്റ് രണ്ടും സെയിമാണ്. ഡാറ്റയ്ക്ക് പറയുന്ന പേരാണെന്ത്? പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്. ഇനി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണെന്ത്? റിട്ടേൺ വാല്യൂ. ആ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്തു, കപ്പിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്, റിട്ടേൺ വാല്യൂ. ഈ മൂന്ന് കാര്യം നമ്മളെ ഈ രണ്ട് ടൈപ്പിലുള്ള ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഏതൊക്കെ? ബിൽഡിൻ ഫംഗ്ഷൻ, C++ലുള്ള ബിൽഡിൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ 3 പോയിൻറ്റ്സുകൾ നമുക്കിവിടെ ആവശ്യമുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്, അതേപോലെ തന്നെ റിട്ടേൺ വാല്യൂ. ഇതൊരു എക്സാമ്പിൾ, റിയൽ ലൈഫിലുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മളെ C++ലുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഇത് ബിൽഡിൻ ഫംഗ്ഷൻ. ബിൽഡിൻ ഫംഗ്ഷനെ പറയുന്ന വേറൊരു പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ആ പേരിൽ നിന്ന്, രണ്ടാമത്തെ പേരിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റെ ബിൽഡിൻ ഫംഗ്ഷൻ എന്നുള്ള ടേം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും രണ്ടാമത്തെ പേരെന്ന് കേൾക്കുമ്പോൾ അതിനെ പ്രീ ഡിഫൈൻഡ്, മുന്നേ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫംഗ്ഷൻ്റെ ടാസ്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ്, ഒരു ടാസ്ക് പെർഫോം ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞ ആ കോഫി മെഷീൻ്റെ കാര്യം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെ നിന്ന് ആ മെഷീൻ്റെ ഉള്ളിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ എന്തിനാണ്? ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് കോഫി വന്ന് ഫില്ല് ചെയ്യാനാണ്. അതാണ് അവിടുത്തെ ടാസ്ക്. ഇതേപോലെ തന്നെയാണ് C++ലും ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഒരു ടാസ്ക് പെർഫോം ചെയ്യാനാണ്. അത് ബിൽഡിൻ ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടിയില്ല, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടിയില്ല, ഒരു ടാസ്ക് പെർഫോം ചെയ്യാനാണ്. ആ ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമുള്ള C++ലെ കോഡ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവും, ആ ഫംഗ്ഷൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ടാവും. ഏതാണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ കൂടെ എന്തിനു വേണ്ടി, എന്ത് ടാസ്ക് പെർഫോം ചെയ്യാനാണോ നമ്മൾ ആ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ആ ടാസ്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള C++ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമ്മളവിടെ, ഇൻസ്ട്രക്ഷൻസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇനി ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ബിൽഡിൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്. ഈ ഫംഗ്ഷന് പറയുന്ന പേര്, രണ്ടാമത്തെ പേരാണെന്ത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ വേറൊരു പേരാണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആ ഫംഗ്ഷൻ്റെ ടാസ്ക് ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആൾറെഡി ഡീബഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ C++ലുള്ള ബിൽഡിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷൻസ് C++ൽ മുന്നേ തന്നെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൾറെഡി ഡീബഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നമ്മൾ ക്യാരക്ടർ അറയിലേക്ക് സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് കീബോർഡ് ഉപയോഗിച്ചിട്ട്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോൾ അവിടെ സ്പേസ് വന്നാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. നമ്മൾ പറയുമ്പോൾ എന്താ, ഒരു സ്പേസ് വന്നാൽ ആ സ്പേസിന് ശേഷമുള്ള ഭാഗം അവിടെ അരയിലേക്ക് സ്റ്റോർ ആവില്ല നമ്മൾ പറഞ്ഞിരുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി നമ്മളത് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ സഹായം, ആ ഫംഗ്ഷനാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഗെറ്റ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞത്? ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര സ്പേസ് ഉള്ള
സ്ട്രിങ്ങും നമുക്ക് ഒരു ക്യാരക്ടർ അറയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ആ ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ C++ൽ ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫംഗ്ഷൻ അല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അത് C++ൽ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ്, മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള. അതിൻ്റെ ടാസ്ക് എന്താണ്? സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാന്നാണ്. ഏത് ടൈപ്പിലുള്ള സ്ട്രിങ്, എത്ര സ്പേസ് ഉള്ള സ്ട്രിങ്ങും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ആ ഫംഗ്ഷൻ്റെ ടാസ്ക് മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള കോഡ് അവിടെ മുന്നേ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ എറർ സംഭവിക്കില്ല. കാരണം എന്താ? അത് ആൾറെഡി ഡീബഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ബിൽഡ് ഇൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള, ആൾറെഡി ഡീബഗ് ചെയ്ത് വെച്ചിട്ടുള്ള, ആൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള C++ലുള്ള ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? ബിൽഡ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയണം. ബിൽഡ് ഇൻ ഫംഗ്ഷൻ പറയുമ്പോൾ ഏത് ബിൽഡ് ഇൻ ഫംഗ്ഷൻ ആണെങ്കിലും ആ ബിൽഡ് ഇൻ ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു പ്രത്യേക ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലിനെ പറയുന്ന പേരാണ് ഹെഡർ ഫയൽ. നമുക്കിപ്പോൾ ഒരു 10-20 ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാണ്ട് നമുക്കിതിന് ശേഷം എന്ന് കരുതി C++ൽ 20 ബിൽഡിംഗ് ഫംഗ്ഷൻ അല്ലേ ഉള്ളൂ. ഒരുപാട് ബിൽഡിംഗ് ഫംഗ്ഷൻ C++ലുണ്ട്, പക്ഷെ എല്ലാം കൂടെ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഏത് ബിൽഡിംഗ് ഫംഗ്ഷൻ ആണെങ്കിലും വേണ്ടിയില്ല, നമുക്ക് ആ C++ലുള്ള എല്ലാ ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൽ ആർഗ്യുമെൻ്റ് പാരാമീറ്റർ ഉണ്ടോ ഇല്ലേ, എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്, അത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടോ ഇല്ലേ, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷനും ഒരു ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലിൻ്റെ പേരാണ് ഹെഡർ ഫയൽ. നമുക്കൊരു ഹെഡർ ഫയൽ അറിയാൻ പറ്റും. നമ്മൾക്ക് #include IOStream എന്നുള്ളൊരു ഹെഡർ ഫയൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ? നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുമ്പോൾ ആ IOStream എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? സീനും Coutട്ടും ശരിക്കും വർക്ക് ചെയ്യോ? ഇല്ല. കാരണം എന്താ? സീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും Coutട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഏത് ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? IOStream എന്നുള്ള പറയുന്ന ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ഹെഡർ ഫയലുകൾ എവിടെ ഉണ്ട്? C++ലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഹെഡർ ഫയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബിൽഡിംഗ് ഫംഗ്ഷൻ, ഈ ബിൽഡിംഗ് ഫംഗ്ഷൻ്റെ ഇൻഫർമേഷൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മൾ പറയുമ്പോൾ ആ ബിൽഡിംഗ് ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയലിലാണ് അതിൻ്റെ ഇൻഫർമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ പറയണം. അതും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം ബിൽഡിംഗ് ഫംഗ്ഷൻ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി 1 by 1 ആയിട്ട് ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ബിൽഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ദ ടാസ്ക് ടു ബി പെർഫോംഡ് ഈസ് ആൾറെഡി റിട്ടൺ. ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണെന്നുള്ളത് മുന്നേ തന്നെ എഴുതി റിട്ടൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താ? സ്ട്രിങ് കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാനാണ്. അത് എത്ര സ്പേസ് ഉള്ള സ്ട്രിങ്ങും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. അതിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ടാസ്ക് മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദേ ആർ ആൾറെഡി ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എററൊന്നും സംഭവിക്കില്ല. അതിൻ്റെ കൊടുക്കേണ്ട രീതിയിൽ ആ സിൻറ്റാക്സിൽ നമ്മൾ ഡാറ്റാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എററും സംഭവിക്കില്ല. കാരണം അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ആൾറെഡി ഡീബഗ് ചെയ്ത് കമ്പൈൽ ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എറർ ഉണ്ടാവില്ല എന്ന്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏത് ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഒരു പ്രത്യേക ഫയലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയലിനെ പറയുന്ന പേരാണെന്ത്? ഹെഡർ ഫയൽ. ദ ഡെഫിനിഷൻസ് ഓഫ് ദീസ് ഫങ്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ എ ഫയൽ കോൾഡ് ഹെഡർ ഫയൽ. ഹെഡർ ഫയലിലായിരിക്കും ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മൊത്തം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മളിതുവരെ ഒരു ഹെഡർ ഫയലേ പഠിച്ചിട്ടുള്ളൂ, IOStream എന്നുള്ള ഒരു ഹെഡർ ഫയലേ പഠിച്ചിട്ടുള്ളൂ. അത് മാത്രമൊന്നുമല്ല C++ലുള്ളത്. CSTDIO, CC ടൈപ്പ് എന്നുള്ള ഹെഡർ ഫയലുണ്ട്, C string എന്നുള്ള ഹെഡർ ഫയലുണ്ട്, CMath എന്നുള്ള ഹെഡർ ഫയലുണ്ട്. ഇതൊക്കെ ഹെഡർ ഫയലുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഹെഡർ ഫയലിൽ ആ ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ ഹെഡർ ഫയലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടാസ്ക് എന്താണെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. ആ ഫംഗ്ഷൻ്റെ ഇൻഫർമേഷൻ ഏത് ഹെഡർ ഫയലിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം വരും, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഏത് ഹെഡർ ഫയലിലാണ് ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിടക്കുന്നത് എന്നും കൂടെ നമ്മൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റാണ്. അത് ഒഴിവാക്കിയാൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്കത് കോഡ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഞാൻ 2 എക്സാമ്പിൾ പറയാണ്. ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ച എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഗെറ്റ്സ് എന്നുള്ള ഫംഗ്ഷൻ
പുട്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ ഫംഗ്ഷനാണിത്, ഗെറ്റ്സും പുട്സും. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനെ കുറിച്ച് ചെറുതായിട്ടൊന്നൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിനുശേഷം വീണ്ടും നമുക്ക് ബിൽഡിംഗ് ഫംഗ്ഷനിലേക്ക് വരാം. അപ്പോൾ എന്താണ് ബിൽഡിംഗ് ഫംഗ്ഷൻ, അതിനുശേഷം എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ള ഐഡിയ കിട്ടിയ ശേഷം വീണ്ടും നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ടാസ്ക് എന്താണ്, അതിൻ്റെ പാരാമീറ്റർ എന്താണ്, അതിൽ റിട്ടേൺ വാല്യൂ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്ന് പറയുമ്പോൾ എന്താ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അതുതന്നെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. We can create our own function for some specific task in our program. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ദീസ് ഫംഗ്ഷൻസ് ആർ കാൾഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരെന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഫംഗ്ഷനിൽ പാരാമീറ്റർ ഏതൊക്കെയെന്ന് നമുക്ക് തീരുമാനിക്കാം. പാരാമീറ്റർ, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡാറ്റാസ് ആവശ്യമുണ്ടെങ്കിൽ അത് ഏതൊക്കെയെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം. എല്ലാം നമുക്ക് തീരുമാനിക്കാം. ആ യൂസർക്ക് ഡിഫൈൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ പേര് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എവറിത്തിങ് റിലേറ്റഡ് ടു ദീസ് ഫംഗ്ഷൻസ് ആർ ഡിസൈഡഡ് ബൈ ദ യൂസർ. ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കാനുള്ള പെർമിഷൻ ആർക്ക്, യൂസർക്ക് തീരുമാനിക്കാം. ആ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആർഗ്യുമെൻറ്റ്, ഫംഗ്ഷൻ നെയിം, റിട്ടേൺ വാല്യൂ, ടാസ്ക്, എന്തിനാണ് ആ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, ടാസ്ക്, ഈ കാര്യങ്ങളൊക്കെ ആർക്ക് തീരുമാനിക്കുക, യൂസർക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് എന്താ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയുന്നത് പേര് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാസ്ക്, അതിൻ്റെ നെയിം, അതിലെ പാരാമീറ്റർ, ഡാറ്റ, അതിലേക്ക് കൊടുക്കുന്ന ഡാറ്റ, ഇതൊക്കെ ആർക്ക് തീരുമാനിക്കാം, യൂസർക്ക് തീരുമാനിക്കാം. നമ്മൾ വീണ്ടും നമ്മളെ 1 by 1 ആയിട്ടുള്ള ഫംഗ്ഷനിലേക്ക് വരികയാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ബിൽഡിംഗ് ഫംഗ്ഷൻ നമ്മൾ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെ C++ലുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻസുകൾ ഏതൊക്കെയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ ബിൽഡിംഗ് ഫംഗ്ഷന് പറഞ്ഞ വേറൊരു പേരാണെന്ത്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ ഭാഗം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.